ഹലോ ഗൈസ്, നമുക്ക് ലൈവ് അപ്ഡേഷനിലേക്ക് പോകാം. ആക്ച്വലി ഇന്നലെ തന്നെ ഒരു ചെറിയ ക്യൂരിയസ് ലെവലിലാണ് നമ്മളെ എല്ലാവരും ഒരു മുൾമുനയിൽ നിർത്തിയിട്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രൊമോയിൽ പറഞ്ഞൊരു കാര്യം, നെവിൻ പുറത്തേക്ക് പോകുന്നു, റീസൺ അറിയത്തില്ല, ആരൊക്കെയോ റീസൺ ആണ് എന്നുള്ളത്. അതിനകത്ത് ജിസേലും അനുവും തമ്മിൽ അടിപിടി നടക്കുന്നുണ്ട്, അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട്, നെഞ്ചിൽ പിടിച്ച് തള്ളു, എവിടെ അങ്ങോട്ട് ഒക്കെ ആകെ കൊളാപ്സ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം, എന്താണ് അവിടെ നടന്നത് എന്നുള്ളത്, നെവിൻ എന്തുകൊണ്ട് പുറത്തു പോയി എന്നുള്ളത്. നെവിൻ ആക്ച്വലി നല്ലൊരു പ്ലെയർ ആണ്, തർക്കമൊന്നുമില്ല, കുരുത്തക്കേടുകളുണ്ട്, കുറച്ച് എന്റർടൈനർ ആണ്, ബട്ട് ഓവറാണ്, അതിൽ വേറൊന്നും പറയാനില്ല. നല്ലൊരു മനുഷ്യനാണ്, ഐ മീൻ കുറച്ച് മനസാക്ഷിയൊക്കെ ഉണ്ട്. ഇന്നലെ ഉണ്ടായിരുന്ന ടാസ്കിൽ തന്നെ അവർക്ക് കിട്ടിയ ഫുഡ് ഷെയർ ചെയ്യാൻ ജിസേൽ തയ്യാറാകാത്തടത്ത് ജിസേലിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇവർക്ക് കൊണ്ട് കൊടുക്കുന്നു. ആൻഡ് ജിസേലിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിസേലിന്റെ അടുത്ത് പോയി കംഫർട്ട് ആക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നോട് പറയുകയാണ്, പാവല്ലേ പോട്ടെ, ഞാൻ അവർക്കറിയില്ല നിന്നോട് ഞാൻ പറഞ്ഞതായിട്ട്. അതായത് ഒരു വല്ലാത്തൊരു പ്ലേ ആണ് അതിനകത്ത് നെവിൻ കിടന്ന് കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര പാവം തോന്നിയിരുന്നു ഇന്നലെ. ആക്ച്വലി ഇതിലെന്താണെന്നറിയാമോ, ഈ ഇടയ്ക്ക് നിന്നുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണു എന്ന് കാണിച്ചുകൊണ്ട് നമുക്കൊപ്പം നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ പാരയെന്ന് മനസ്സിലാകാൻ ഈ ഒരു എപ്പിസോഡ് ധാരാളമാണ്. കൂടെ നിന്ന് കുതികാൽ വെട്ടുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലെയാണ്. നെവിൻ ഇത് പറയുമ്പോൾ ഒരാളെങ്കിലും അവനെ വിളിച്ചു കൊണ്ടുപോയി സമാധാനപരമായി കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇപ്പം അവൻ പുറത്തേക്ക് പോയപ്പോൾ എല്ലാവരും വയലന്റ് ആയിട്ട് എല്ലാവരും ഇതായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ സിറ്റുവേഷൻ വളരെ സൂപ്പറായിട്ട് അത് ഓവർകം ചെയ്തു. ഇവിടെ ഞാൻ ചിലപ്പോൾ ദൈവത്തിനെ പറയും, കാരണം ദൈവത്തിന്റെ ഒരു കൈ അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അനു ഭയങ്കരമായിട്ട് ആക്രമിക്കപ്പെടേണ്ട ഒരു ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. അനുവിനെ സെക്യൂർ ആക്കി നിർത്തുന്ന ആദില നൂറയാണ്. ദ റീസൺ ബിഹൈൻഡ് ആദിലയും നൂറയെയും പറ്റിയിട്ട് ഇയാൾ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുമെന്ന്. അത് അവർക്ക് വലിയൊരു ഫീലിംഗ് ആയി. അത് കമ്മ്യൂണിറ്റിയെ പറഞ്ഞു, കമ്മ്യൂണിറ്റി അവഹേളിച്ചു എന്നൊക്കെ വരുത്തി തീർത്ത് ഭയങ്കര ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യണം. കമ്മ്യൂണിറ്റിയെ പറയുകയല്ല ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നിങ്ങൾ തമ്മിലുള്ളതിൽ എന്തോ ഫേക്ക് ഉണ്ട്, നിങ്ങളെ പിരിക്കും എന്നുള്ളതാണ് അയാൾ പറഞ്ഞിട്ടുള്ള ടൈം. അതിൽ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം അതാണ്. നമുക്കും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്, എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ഇതുവരെ ഞാൻ അങ്ങനെയാണ്. നമ്മൾ ഇതുവരെ വിശ്വസിച്ചത് ആദിലയാണ് ഇഷ്യൂ എന്നാണ്. ആദിലയേക്കാൾ ഉപരി നൂറയാണ്. എന്തുകൊണ്ടെന്നറിയാമോ, നോറയ്ക്ക് അറിയാം, നോറ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ ആദില വിൽ നോ മോർ. ആദില പിന്നെ ഉണ്ടാവില്ല. കാരണം അവളുടെ ഈ ഒരു ചേഞ്ചസ് വീട്ടുകാർ ഉൾക്കൊള്ളുന്നില്ല. അവൾ ഒറ്റയ്ക്കാണുള്ളത്. അവൾക്ക് കുടുംബത്തിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. പക്ഷേ അവളെ കുടുംബം ചേർക്കത്തില്ല, അവൾ ഒറ്റപ്പെട്ടു പോകും. നൂറ കൂടെ മാറിക്കൊടുത്തു കഴിഞ്ഞാൽ ആദില വല്ലാത്തൊരു ഇതിലേക്ക് പോകും. ആദില വിൽ കമ്മിറ്റ് സംതിങ്. അപ്പോൾ ഇത് ഞാനൊരു പ്രഡിക്ഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. ഇതുകൊണ്ടായിരിക്കാം നോറ സ്വന്തം ജീവിതം നശിപ്പിച്ച ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് പറയുമ്പോൾ അത് തിരിച്ചറിയുന്നത് അവൾക്ക് വിഷമമുള്ളത് കൊണ്ടാണ്. അത്തരം തിരിച്ചറിയലുകൾ ആരെങ്കിലും പറയുമ്പോൾ ഞെട്ടലോടുകൂടി അതിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. സോ അവരുടെ വിഷയത്തിൽ അതാണ്. അത് തന്നെയാണ് നെവിനെ പ്രൊവോക്ക് ചെയ്ത് നെവിനെ അവിടുന്ന് പുറത്തേക്ക് വിടാനുള്ള വഴിയായത്. ആക്ച്വലി നെവിൻ പറഞ്ഞുകൊണ്ട് നിന്നിരുന്ന ഒറ്റ കാര്യമാണ്, അനു ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, അനു ശരിയല്ല, അനുവിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, എനിക്കിവിടെ പറ്റൂല, അനു ശരിയല്ല. ഇത് തന്നെ കോൺസ്റ്റന്റ്ലി പറഞ്ഞപ്പോഴത്തേക്കാണ് ബിഗ് ബോസ് പറഞ്ഞത്, നിനക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഗേറ്റ് ഓപ്പൺ ആണ്, നീ പൊയ്ക്കോ. ഉടനെ പുള്ളി തുള്ളി കളിച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. എല്ലാവരും പിടിക്കുന്നു, എല്ലാവരും കംഫർട്ടാക്കാൻ നോക്കുന്നു. പക്ഷെ നോറയും ആദിലയും വന്നിട്ട് പോ, വേണ്ട. അതിലും ആദില കുറെ കൂടെ സൈലന്റ് ആണ്. നോറ ഭയങ്കരമായിട്ട് പറയുന്നത്, പോ, നീ ആണാണോ, കട്ടലുണ്ടോ, നട്ടലുണ്ടോ, ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ, നീ പറഞ്ഞ വാക്ക് പാലിക്കടാ, പോടാ ഇറങ്ങി. കാരണം അവക്കറിയാം അവൻ അവിടെ നിന്നാൽ കൂടുതൽ ഈ കാര്യം ചർച്ചയാക്കപ്പെടും. ആ ചർച്ചയാക്കപ്പെടുന്നത് പുറം സമൂഹത്തിൽ എല്ലാവർക്കും മനസ്സിലാകും. അവർ ഒളിക്കാൻ ശ്രമിക്കുന്ന, നൂറ ഒളിക്കുന്ന ആ സത്യം മറ്റുള്ളവർക്ക് മനസ്സിലാകുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് നൂറ ഇത് പറയുന്നത്. പലരും സപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആദില നൂറ വിഷയത്തിൽ ഭയങ്കര ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്. പല യൂട്യൂബേഴ്സും എന്നെ കുത്തി പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് അംഗീകരിക്കത്തില്ല, ഇത് അംഗീകരിക്കാൻ പറ്റാത്തൊരു മനസ്സാണ് പലർക്കും ഉള്ളത് എന്ന്. ഒരുപാട് പുരോഗമനം പറയുന്നവർ പോലും ഇത് അംഗീകരിക്കുന്നില്ല. ഇതിനെ പുരോഗമനം എന്നല്ല പറയുക, ഇതിൽ ഒരു വ്യക്തി ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. അല്ലാതെ ലെസ്ബിയൻ കപ്പിൾസിനെ ഞാൻ എതിർക്കുന്നില്ല, LGBTQ ഞാൻ അഗൻസ്റ്റ് അല്ല. പക്ഷെ എനിക്ക് ഇത് മനസ്സിലായ ഒരു കാര്യമാണ്, ഇന്ന് ഈ നെവിൻ വിഷയത്തിൽ അത് കൃത്യമായി ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. നെവിൻ ഔട്ടായിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കൺസേണിൽ തിരിച്ചു വരാനും ചാൻസ് ഉണ്ട്. ഇന്നലെ ഇപ്പം രേണു സുധിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ അവിടെ വേണ്ട കുത്തിയിരിപ്പുണ്ട്. അപ്പം അവിടെ എന്താ നടക്കുന്നതെന്ന് ബിഗ് ബോസിന്റെ അറിവിലേ ഉള്ളൂ. ഇനി ഇവർ തമ്മിൽ നടന്ന കോമ്പറ്റീഷൻ എന്താണെന്നും കൂടെ ഒരു എക്സ്പ്ലനേഷൻ തരാം. ആര്യയും പിന്നെ ജിസേലും തമ്മിലുള്ള ഒരു റിലേഷൻ
ആര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് അവിടെ ശരിക്കും നടക്കുന്നത്. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആര്യയ്ക്ക് വേണ്ടി അനുവും ജിസേലും നടത്തുന്നുണ്ട്. ആക്ച്വലി ജിസേലിന് ഇത് ജസ്റ്റ് ഒരു ഷോയാണ്. ഈ ഷോയിൽ ഒരാൾ സപ്പോർട്ട് വേണം, ആട്ടി കളിക്കാൻ ഒരു പാവ വേണം. ആ പാവ മാത്രമാണ് ഈ നെവീനും ആര്യനും ഒക്കെ. അതേസമയം അനുമോൾ കുറച്ചുകൂടെ ഇന്റിമേറ്റ് ആണ്, കുറച്ചുകൂടി ഇറങ്ങി എന്റെ സുഹൃത്തുക്കളാണല്ലോ ഇവരൊക്കെ എന്നുള്ള ഒരു ഫോം ചിന്തിക്കുന്നതുകൊണ്ടാണ് കരച്ചിൽ വരുന്നത്. എന്റെ ഒപ്പം നിൽക്കേണ്ടവർ ഈ പെണ്ണിനൊപ്പം നിന്ന് എന്നെ അടിക്കുന്നല്ലോ എന്നൊരു വേദനയാണ്. ആൻഡ് അത് മാത്രമല്ല, അവിടെ ഈ റൂൾസിന് എഗൻസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ വൃത്തികേട് കാണിക്കുന്നത് ജിസേലാണ്. അത് കയ്യോടെ പൊക്കാനുള്ള ധൈര്യവും ആർജവും കാണിക്കുന്നത് ആര്യയാണ്. അവൾക്ക് അവളുടെ ബ്യൂട്ടിയിൽ നല്ല രീതിയിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും, എനിക്കത് മതി എന്ന ടൈമിൽ അവൾ നിൽക്കുന്നു. ഒന്നാമത് ഉപജീവന മാർഗം തന്നെ കലയാണ്, അഭിനയമാണ്. അപ്പോൾ അഭിനയിക്കുന്ന ഒരു സ്ത്രീക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം സൗന്ദര്യം തന്നെയാണ്. ഒരു ചെറിയ ഭാഗത്തിലെങ്കിലും ഒരു സൗന്ദര്യത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ ആർക്കെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. മുമ്പ് ഞാനും കേട്ടിട്ടുണ്ട് ഇങ്ങനെ, പിന്നെ ഇതൊക്കെ മേക്കപ്പാണ്, പുട്ടിയാണ് എന്നൊക്കെ പറയുമ്പം നമ്മുടെ ഐശ്വര്യ റായിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ പുട്ടി ഇല്ലാതെ കാണുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, പുട്ടി അടിച്ച് കാണുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങൾക്ക് ഇഷ്ടം പുട്ടി അടിച്ച് കാണുന്നതല്ലേ, അതുകൊണ്ട് അത് ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് പർപ്പസ്ലി അല്ലേ. ഇത് ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ ലിപ്സ്റ്റിക് ഇടലും ഇങ്ങനെയുള്ള മെറ്റീരിയൽ. ഈ സ്കിൻ ത്രൂ ആണ് പലർക്കും ഇത് പോകുന്നത്. മിക്കവാറും മെയിൻ സ്ട്രീം നടികളെയൊക്കെ ശ്രദ്ധിച്ചു നോക്കൂ, എല്ലാത്തിനും ക്യാൻസർ വരാറുണ്ട്. അതിന്റെ റീസൺ ഇത്തരം കെമിക്കൽസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പം ബ്യൂട്ടി പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് ഒരു ഭയങ്കര പ്രിവിലേജോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റോ ഒന്നല്ല. ആ തൽക്കാലം അത്രയും ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും മറച്ചു വെച്ച് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അതിലേക്കല്ലല്ലോ വിഷയം. ഈ അവിടെ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നും ഇങ്ങനെ കുറെ റൂൾസ് റെഗുലേഷൻസ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ റൂൾസ് അനുസരിച്ച് അവിടെ നിൽക്കാൻ പറ്റാത്തവർ അതിൽ നിന്ന് കിട്ടിയത് വേണ്ടത്. ജിസേല് കോൺസ്റ്റന്റ്ലി അത് ചെയ്യുന്നുണ്ട്. സാധാരണ ഇപ്പം പുറത്തുള്ളതായിരുന്നാലും അകത്തുള്ളതായിരുന്നാലും ഒരു പ്ലേ ഉണ്ട്. നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്യുന്നു, അത് ഞാനും ഒക്കെ വീട്ടിലൊക്കെ ആവർത്തിക്കുന്ന ഒരു പരിപാടിയാണ്. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യും, മാർക്കോ മറ്റോ കുറഞ്ഞാൽ വീട്ടിൽ അത് ക്വസ്റ്റ്യൻ ചെയ്ത് ഭയങ്കര ബഹളം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ തന്നെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് കിടന്ന് വയലന്റ് ആകും. അപ്പൊ നമ്മൾ ചൂടായി നിൽക്കുകയാണ്, നമ്മൾ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ അടുത്ത് നമ്മുടെ ആ വീക്ക് പോയിന്റ് അവിടെ ചോദ്യം ചെയ്യപ്പെടത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കളി. അതുപോലെ തന്നെയാണ് അവിടെയും ജിസേൽ എന്ന സ്ത്രീ കാണിക്കുന്ന മുഴുക്ക അതാണ്. അവളുടെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടാതിരിക്കാൻ അനുമോളെ അവൾ ടാർഗറ്റ് ചെയ്യുന്നു. അനുമോളെ കുറിച്ച് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു. കള്ളി എന്ന് പറയുന്നു, ചപ്പാത്തി കള്ളി എന്ന് കോൺസ്റ്റന്റ്ലി പറയുന്നു. യഥാർത്ഥത്തിൽ കാപ്പിക്കള്ളി ആയ അവൾ ചപ്പാത്തി കള്ളി എന്ന് അനുവിനെ വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ അത് വീണ്ടും വിളിച്ച് അതങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. നീ കള്ളിയാണ്, നീയാണ് കള്ളി, നീ കള്ളി. അപ്പം ഒരു കള്ളിയായ ഒരുത്തിക്ക് മറ്റൊരാളെ കള്ളി എന്ന് വിളിക്കാൻ ഒക്കത്തില്ലല്ലോ. എളുപ്പ വഴിയാണ്. അതാണ് അവിടെ കാണുന്നത്. ഈ ജിസേലാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിം ഇപ്പൊ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവർ പുറത്താകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ അവരാണ് യഥാർത്ഥത്തിൽ പുറത്താകേണ്ടത്. നെവീനോ അനുവോ ഒന്നുമല്ല. അപ്പൊ അനുവിന് സപ്പോർട്ട് പറയുമ്പോൾ ഉടനെ കുറെ PR-കൾ ഇപ്പൊ പാഞ്ഞു വരും, അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയല്ല, അനു ഭയങ്കര കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുവന്ന യെസ് ഓഫ് കോഴ്സ് അതിനകത്ത് നടക്കുന്ന എന്താണെന്ന് അതിനകത്തുള്ളവർക്ക് അറിയാം. പക്ഷെ അനുവിന്റെ ആ നിൽപ്പുണ്ടല്ലോ, അതിൽ നിന്ന് വ്യക്തമാണ്. അനുവിനെ ഇന്നലെ കരയിച്ച വിധമുണ്ടല്ലോ, അതിൽ നിന്ന് വ്യക്തമാണ് ജിസേൽ എന്ന സ്ത്രീയുടെ ക്രൂരമുഖം. ആഹാരം കൊടുത്തതിന് കണക്ക് പറയുന്ന ഒരു വൃത്തികെട്ട സാധനം അത് ജിസേലാണ്, ഒരു തർക്കവും വേണ്ട. രാത്രി ആഹാരം കൊടുക്കുന്നു, അതായത് ഐസ്ക്രീം ചോക്ലേറ്റ് ഉൾപ്പെടെ ഉള്ളത് നെവിൻ രഹസ്യമായി എടുത്തു കൊടുത്തതിന് ഉറങ്ങിക്കിടക്കുന്ന അവരെ പോയി ഡിസ്റ്റേബ് ചെയ്ത് അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഇവൾ മനസാക്ഷി ഇല്ലാത്തവളാണ്. ആഹാരമാണേ, അത് അവർ തിരിച്ചാണെങ്കിൽ അവക്കും കിട്ടേണ്ടതാണ്. ഇന്ന് അവരാണ് സർവാധികാരി എങ്കിൽ അടുത്ത വീക്കിൽ അത് അവരാകില്ലേ എന്നൊരു ബോധമെങ്കിലും വേണ്ടേ? അവരാകുമ്പോൾ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാവത്തില്ലേ? പക്ഷെ അവർ കൊടുക്കും, അവർക്ക് ആ മനസ്സുണ്ട്. ഇവൾക്കതില്ല എന്നുള്ളത് വസ്തുതയാണ്. സെൽഫിഷ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ജിസേൽ എന്ന് ഞാൻ പറയും. ഇനി ഈ ഒരു വിഷയത്തിൽ ജിസേലും അനുമോളും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. ചുണ്ടിൽ പെരട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ മുഖത്ത് പെരട്ടിയിരിക്കുന്നതിൽ എന്തോ ഉണ്ട്, പിന്നെ അവർ തേക്കുന്ന എന്തൊക്കെയുണ്ട്. ആ സാധനം അവള് ടിഷ്യൂ കൊണ്ട് തുടച്ചെടുക്കുന്നത്, അതിൽ ഉന്തും തള്ളും നടക്കുന്നു, കയ്യേറ്റം നടക്കുന്നുണ്ട്. ഈ കയ്യേറ്റത്തിൽ രണ്ടുപേരും കുറ്റക്കാർ തന്നെയാണ്. വാണിംഗ് കിട്ടാനാണ് ചാൻസ്. രണ്ടുപേരെ ഒന്നും ചെയ്യത്തില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ജിസേലിന്റെ മുഖത്തേക്ക് ചാടി അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവിടെയുള്ളവർ പറയുന്നെങ്കിൽ അത് ശരിയാണെന്ന് ഞാൻ പറയും. കാരണം അവൾക്കും മേക്കപ്പ് ഇടണമെന്നുണ്ട്. അവിടെ ഒത്തിരി പെൺകുട്ടികളുണ്ട്, അവർക്കൊക്കെ ആഗ്രഹമുണ്ട്. അവരൊക്കെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഇവള് മാത്രം ഈ പുട്ടി അടിച്ചുകൊണ്ട് നടക്കുന്നതിന് അവൾ അത് കംപ്ലീറ്റ്ലി എഗൻസ്റ്റ് നിൽക്കുന്നത് കറക്റ്റാണ്. അനു ആ പൊസിഷൻ കറക്റ്റാണ്. അതേസമയം അനു തൊടാതെ, അതായത് പെർമിഷൻ ഇല്ലാതെ തൊട്ടു എന്ന കാരണം കൊണ്ട് അനുവിനെ പിടിച്ച് തള്ളിയതും കറക്റ്റാണ്. രണ്ട് സൈഡിലും തെറ്റുമുണ്ട് ശരിയുമുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇവർ രണ്ടുപേരെയും വിളിച്ച് കൺഫെഷൻ റൂമിൽ ഇരുത്തി സംസാരിക്കുമ്പോൾ
അനു വളരെ കാമായി വളരെ പ്രൊഫഷണലായി അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഷീസ് ആസ്കിങ് സോറി. പക്ഷെ മറ്റോൾ സോറി പറയുന്നില്ല. അവള് നിൽക്കുകയാണ്, ഞാൻ ശരി, എനിക്കാണ് സപ്പോർട്ട്, പുറത്ത് നിൽക്കുന്നവർ എന്നെയാണ് സപ്പോർട്ട് ചെയ്യണത് എന്ന ഒരൊറ്റ ഉറച്ചതിൽ നിൽക്കണം. അവൾക്ക് നന്നായിട്ടറിയാം അവള് മിസ്റ്റേക്കണാണ്. അത് ക്യാമറ കണ്ണുകളിലുണ്ട്, നാട്ടുകാർ കണ്ടിട്ടുണ്ട്, ഒന്നൊക്കെ ജിസേലിന് അറിയാം. പക്ഷെ അനുവിനെയാണ് പുറത്ത് എഗൻസ്റ്റ് എന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കലിൽ നിന്നുകൊണ്ട് വലിയ ആളായിട്ട് ഇപ്പൊ അനുവിനെ പുറത്താക്കാം എന്ന ഒരു സ്വപ്നത്തിലാണ് ഇരുന്ന് അത്ര വർത്താനം പറയണം. അതിന് തിരിച്ചടിയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നെവിനെ വിളിച്ചിട്ട് ബിഗ് ബോസ് പറയണം, നിനക്ക് പോകണമെന്ന് നീ പറയുന്നുണ്ടല്ലോ, നീ എന്തിനത് പറഞ്ഞു, നിനക്ക് ഇപ്പൊ പോകണമോ, ഗേറ്റ് ഓപ്പൺ ആണ്, പൊയ്ക്കോന്ന്. അതൊരിക്കലും അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരൊറ്റ കാരണത്തിൽ പുറത്തേക്ക് പോകുന്ന നെവിനെ നോക്കി ഇരുന്ന് കരയുകയാണ് ഈ പെണ്ണ്. പിന്നെ നടക്കുന്നതാണ് സൂപ്പർ സംഗതികൾ. ആകെ മൊത്തം രണ്ട് വിഭാഗമാകുന്നു. ഇതിൽ കുറച്ച് പേരെ ഞാൻ പറയാം. ശൈത്യ ഏറ്റവും കൂടുതൽ അനുവിനെ സപ്പോർട്ട് ചെയ്തതാണ്. ശൈത്യ വല്ലാത്തൊരു മൂഡിലേക്ക് പോവുകയാണ്. അവള് അനുവിനെ ഇഗ്നോർ ചെയ്ത് നടന്നു പോകുന്നേ കണ്ടേ. പക്ഷെ അവിടെ മറ്റ് 2 പേരെ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട്, അനുവിന് കൊടുക്കുന്നുണ്ട്. അനു ഒളിച്ചു നിന്നുകൊണ്ട് നോക്കിയാണ്. ഇവൻ എന്റെ പേര് പറഞ്ഞപ്പം ഇയാൾ നിവിൻ പോകുന്നത് അനു ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കില്ല എന്ന പറഞ്ഞ കാരണം കൊണ്ടാണ് പോകുന്നത്. അപ്പം എല്ലാവരും അനുവിനെയായിരിക്കും പിന്നെ ടാർഗറ്റ് ചെയ്യുക. കാരണം അനു കാരണമാണല്ലോ നിവിന് പോകേണ്ടി വന്നത്. അപ്പൊ അനു ആണ് ദ്രോഹി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ പറയുന്നവരൊന്നും ഓർക്കുന്നില്ല, നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു പെണ്ണിനെയാണ്. ആ പെണ്ണും നാളെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേദന വരത്തില്ലേ? സെയിം തിങ് തന്നെയാണ് ഇവർ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് അനുവിന് വോട്ട് കൂടുതൽ വാങ്ങിച്ചു കൊടുക്കും എന്നുള്ളതിനപ്പുറം ഇതിനകത്ത് ഒന്നുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ആ നിൽപ്പ് കണ്ടപ്പോൾ പാവം തോന്നി. അതേപോലെ തന്നെ ഇന്നലെ അവളുടെ ഡ്രസ്സ് അബദ്ധത്തിൽ എടുത്തിട്ട് ആ ഡ്രസ്സ് എടുത്ത് തിരിച്ചിടുന്ന അവളുടെ ആ അഹങ്കാരം കണ്ടോ? അതായത് ക്ഷമിക്കാനോ അത് ഒരു ഷോ ആണെന്നോ അതിൽ നമ്മൾ അമിക്കബിളി പോകണമെന്നോ ഒരു ബോധമില്ലാത്ത പെണ്ണാണ് ജിസേലിനെതിരെ ശക്തയായി നിൽക്കുക എന്നുള്ള ഒരൊറ്റ ഒരു വഴിയെ അനുവിന്റെ മുന്നിൽ ഉള്ളും താനും. അപ്പൊ അനു അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അനുവിന് ഈഗോയുണ്ട്, ഈഗോ ഹേർട്ട് ആകാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഇത്രയും കോടി ജനങ്ങളുടെ മുമ്പിൽ അവളുടെ ഈഗോ വർക്ക് ചെയ്യുന്നില്ല. അവള് പബ്ലിക്കിന്റെ അടുത്താണ് ഇരുന്ന് സംസാരിക്കുന്നതെന്ന ബോധം അവൾക്കുണ്ട്. കൺഫെഷൻ റൂം എന്ന് വെച്ചാൽ പബ്ലിക് റൂം. അതിനകത്ത് ഇരുന്നു കൊണ്ട് പറയുന്നത് അത്രയും പബ്ലിക്ക് കേൾക്കും. അവരുടെ മുന്നിൽ നാണം വേണ്ട, എന്റെ ഈഗോ മറന്ന് ഞാൻ ജിസേലിനോട് മാപ്പ് പറയുമ്പോൾ അനു എന്ന വ്യക്തി അവിടെ വളർന്നു നിൽക്കുകയാണ്. ജിസേൽ ഇടുങ്ങിയ ചിന്താഗതിയോടെ താഴ്ന്നു പോയിരിക്കുകയാണ്. അപ്പൊ ആ ക്യാരക്ടർ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഇനി അനു പുറത്തു വന്ന് നിന്ന് പേടിച്ചരണ്ട് നിൽക്കുമ്പോൾ ആദില വന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അനുവിനേക്കാൾ കംഫർട്ടാക്കിയത് എന്നെയാണ്. ഈ പെങ്കൊച്ച് ഇതിനി എങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. കൂട്ടാക്രമണം നേരിട്ടവളാണ് ഞാൻ. അപ്പൊ എനിക്കത് മനസ്സിലാക്കും, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. തെറ്റ് ചെയ്യാതെ നമ്മളുടെ ഭാഗത്തെ ശരികൾ കാരണം നമ്മൾ തെറി കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഭയങ്കരമായിട്ട് ഞാനും അനുഭവിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു വേദന എനിക്കുണ്ടായിരുന്നു. അവിടെയാണ് ദൈവത്തിന്റെ കരങ്ങൾ പോലെ ആദില വന്ന് പറയുന്നത്, ഈ ഒരു വിഷയത്തിൽ നിന്നെ ആരും ടാർഗറ്റ് ചെയ്യില്ല, ചെയ്താൽ ഞാൻ നിൽക്കും നിനക്ക് വേണ്ടി എന്ന് പറയുന്നിടത്ത് സക്സസ് എന്നുള്ളതാണ്. അവിടെ ആദിലയും നൂറയും ഇവരുടെ വിഷയത്തിലേക്ക് ഉള്ള ഒരിതായത് കൊണ്ട് തന്നെ അവരതിനകത്ത് ഇറങ്ങി നിന്നുകൊണ്ട് പോരാടുകയാണ് ഈ പറയുന്ന പിന്നെ അനുവിന് വേണ്ടിയിട്ട്. സോ ഇനി ഇത് അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നുള്ള കളി കളിക്കും. ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ഒരു സാബുവിന്റെ പ്ലേ ആണ്. നമ്മുടെ തരികിട സാബുവില്ലേ, അയാളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. 2 കൂട്ടരോടും നിഷ്പക്ഷമായി നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഷാനവാസിന്റെ അടുത്ത് ഒരു കുത്തിത്തിരിപ്പ് നടക്കത്തില്ല. ഷാനവാസ് ഒരു ഗുഡ് പ്ലെയർ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, ഫേക്ക് അല്ല. അപ്പോൾ ഷാനവാസ് ചിലപ്പം വിന്നിംഗ് പോയിന്റിലേക്ക് പോകും. ഷാനവാസ്, അനീഷ്, അനു ഇവരും തീർച്ചയായിട്ടും വിന്നിംഗ് പോയിന്റിലേക്ക് പോകാൻ ചാൻസ് ഉള്ളവരാണ്. ആദിലയും നൂറയെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നെവീൻ പറഞ്ഞ അതേ സംഗതി ബിഗ് ബോസും അംഗീകരിക്കുന്നതായിട്ടാണ്. ആദില നൂറ എന്ന് പറയുന്ന 2 അല്ല, 1 അല്ല 2 എന്നുള്ള അംഗീകാരം കിട്ടിയെന്നാ മനസ്സിലാക്കി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഇതോടുകൂടി ഉണ്ടാകും. അവർ പുറത്തേക്ക് വരും, ഇതോടുകൂടി ഉണ്ടാകും. ദയവ് ചെയ്ത് തലയിലെ തട്ടവും കമ്മ്യൂണിറ്റിയെ പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾ ഇതൊരു മതബോധമായിട്ട് ചിന്തിക്കാതിരിക്കൂ. ഞാൻ അതല്ല പറഞ്ഞത്. ആദില നൂറ വിഷയത്തിൽ എൻ്റർലി ഡിഫറെന്റ് ആണ് അവിടെ നടക്കുന്നത്. ഞാൻ മറ്റൊരു വീഡിയോയെ അത് സ്പെഷ്യലി ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വിഷയത്തിൽ അനുവിനൊപ്പം തന്നെയാണ്. അനു വാസ് പെർഫെക്റ്റ്ലി ഡൺ. ഇതിനകത്ത് രണ ഫാത്തിമ, ഡോക്ടർ ഭയങ്കര ബോറായിട്ടുണ്ട്. രണയ്ക്ക് നല്ല പെടയുടെ കുറവാണ്. സത്യത്തിൽ മറ്റവൾക്ക് കിട്ടിയ പെട രണയ്ക്ക് കിട്ടേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ പെണ്ണ് എന്താണ് തുള്ളിക്കളിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ആൻഡ് അക്ബർ, ഐ വിൽ മേക്ക് അനദർ വീഡിയോ ഫോർ അക്ബർ. അതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. തൽക്കാലം ഇത്രയേ ഉള്ളൂ. നെവിൻ പുറത്തായിട്ടുണ്ട്, തിരിച്ചു വരാൻ ചാൻസ് വളരെ കുറവാണ്.
ഗ്രൂപ്പ് അംഗങ്ങൾ ഒന്നടങ്കം പോയി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ തിരിച്ചകത്തേക്ക് വിടുമെന്ന് എനിക്ക് അറിയത്തില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ താങ്ക് യു സോ മച്ച്.